SDPI ഞങ്ങൾ ഒരു സംസാരവും നടത്തിയിട്ടില്ല, അവരിങ്ങോട്ട് പിന്തുണ നൽകുകയായിരുന്നു. പക്ഷേ ആ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസും UDF-ഉം ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം, ഒരു ഭീകരവാദ സംഘടനകളുമായിട്ടും ഞങ്ങൾക്ക് ബന്ധമുണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ഈ SDPI അങ്ങനെ തന്നെയാണോ കോൺഗ്രസ് UDF-ഉം കാണുന്നത്? അവരുടെ പിന്തുണ വേണ്ടെന്നും വെക്കുന്നില്ല. ഇത് കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന ഒരു സംഭവമായി മാറുമോ SDPI ഇങ്ങോട്ട് വന്ന് കോൺഗ്രസിനും UDF-നും പിന്തുണ നൽകുന്നത്? കോൺഗ്രസിനിട്ട് ആരോ പണിഞ്ഞാണ്. അതായത് ഇപ്പം SDPI എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഈ ആലപ്പുഴയിലുള്ള ആ ഒരു കുന്തിരിക്കം മുദ്രാവാക്യത്തോടു കൂടിയും ഇപ്പം അവരെ ബാൻ ചെയ്തിരിക്കുകയാണ്. അവരല്ലേ അവരുടെ മാതൃസംഘടന എന്ന് പറയാവുന്ന PFI. അവർ ചിലപ്പം ഞങ്ങളൊരു ബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കറിയാമല്ലോ. അപ്പം ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങോട്ട് വന്നിട്ട് കോൺഗ്രസിന് ഈ രീതിയിൽ ഒരു പിന്തുണ കൊടുക്കുന്ന സമയത്ത് അവർ വന്ന് സെക്കുലർ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. അപ്പം സെക്കുലർ പാർട്ടി ആയതുകൊണ്ട് അപ്പം എന്താണ് അവർ ഭയങ്കര സെക്കുലർ ആണെന്നല്ല അവർ പറയുന്നത്. അവർ എത്രത്തോളം സെക്കുലർ ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെ സെക്കുലർ പാർട്ടി കോൺഗ്രസിന് അവർ പിന്തുണ കൊടുക്കുമ്പോൾ അവരാൽ പലതും നഷ്ടപ്പെട്ട ആളുകളോ അല്ല അവരെ എതിർത്തിരുന്ന ആളുകളുണ്ട്. അതിന് നല്ല വിഭാഗം ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്താണ്, കോൺഗ്രസ് നെഗറ്റീവായിട്ട് കോൺഗ്രസ് ചിത്രീകരിക്കപ്പെടും. അത് ഈ ഇലക്ഷൻ്റെ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് വിശ്വസിച്ച് ഇനി അവർക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ, നല്ല ഉദ്ദേശമായിരുന്നെങ്കിൽ SDPIയുടെ സംഘടനാ സെറ്റപ്പ് നമുക്കൊക്കെ അറിയാം. എത്ര കൃത്യമായിട്ട് അവർ കൃത്യമായിട്ട് ഒരു മെസ്സേജ് കൊടുത്താൽ കൃത്യമായിട്ട് അത് വോട്ട് വീഴും. അത് ഒരു പണ്ടത്തെ CPM-ൻ്റെ സിസ്റ്റം പോലെ, CPM-ന് ഒരു ഇപ്പോൾ ഇത്ര സിസ്റ്റം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ആ രീതി കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സിസ്റ്റം. പക്ഷേ SDPIയുടെ വലിയൊരു വോട്ട് വിഹിതമൊന്നും അവർക്കില്ല. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. അന്ന് ആകെ കിട്ടിയത് 80,111 വോട്ടുകളാണ്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഏതാണ്ട് 0.4% വോട്ടുകൾ കിട്ടി. അതിൽ കണ്ണൂർ, വടകര, വയനാട്, മലപ്പുറം, പാലക്കാട്, ചാലക്കുടി, ആലപ്പുഴ, ആറ്റിങ്ങൽ ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചു. കണ്ണൂരിൽ 8,139 വോട്ട്, വടകരയിൽ 5,543, വയനാട്ടിൽ 5,424, മലപ്പുറത്ത് 19,095, പൊന്നാനിയിൽ 18,000, പാലക്കാട് 5,746, ചാലക്കുടിയിൽ 4,685. ഇങ്ങനെ ഈ ഒരു വോട്ട് ആണ് അവർക്ക് കിട്ടിയത്. മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമാണ് 10,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയത്. അപ്പോൾ ഇതൊരു വിധി നിർണ്ണയിക്കുവാൻ എന്തായാലും 2019 ഇത് ഒരു തരത്തിലും വന്നില്ല. കാരണം അന്ന് വലിയ ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ SDPIയുടെ വോട്ടുകൾ ഏതെങ്കിലും ഒരു മുന്നണിയെ സഹായിക്കുന്ന രീതിയിലാകുമോ എന്ന് അത് ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ അതേസമയം ഈ വോട്ടുകൾ UDF-ന് കിട്ടാവുന്ന വോട്ടുകളിൽ വേണമെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റും, അല്ലേ? അതാണ് കാര്യം. ഈ 2009 മുഹമ്മദ് റിയാസ് കോഴിക്കോട് രാഘവനോട് പരാജയപ്പെടുന്നത് ഏതാണ്ട് 800 വോട്ടുകൾക്കാണ്. ആരിഫ് കഴിഞ്ഞ തവണ ആലപ്പുഴ ജയിച്ച വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കാണ്. അതുകൊണ്ട് 1000 തൊട്ട് 500 വരെയുള്ള വോട്ടുകൾ, 500 തൊട്ട് 1000 വരെയുള്ള വോട്ടുകളെല്ലാം തന്നെ എസ്പെഷ്യലി ത്രികോണ മത്സരമൊക്കെ നടക്കുമ്പോൾ അത് വളരെ പ്രധാനമായിട്ട് തന്നെ വരും. അപ്പം കോൺഗ്രസ് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, നിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. അതോടുകൂടി അതുകൊണ്ട് EMS അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RSSന് വോട്ട് ഞങ്ങൾക്ക് വേണ്ടി. പിന്നെ CPM അങ്ങനെ നാളുകളെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആരും പറയായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇമേജ് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിന് വളരെ നെഗറ്റീവ് ഉണ്ടാവും. ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് ഇത് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടും കോൺഗ്രസിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗുണം ചെയ്യാനാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ട്. അപ്പോൾ അത് എസ്പെഷ്യലി ഇപ്പം PFI ഒക്കെ നിരോധിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആരോ അവരെ ഉപയോഗപ്പെടുത്തിയാണ്. അല്ല, മുമ്പ് SDPIയുടെ പിന്തുണയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി സമീപിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത സംഗതികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും പോയി SDPIയുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ മുൻപ്. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യമല്ല SDPIയെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോഴും, അല്ലേ, ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയം വരുമ്പോഴേക്കും ഈ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. അത് ഇത്തവണയും ആ രീതിയിലുള്ള ധാരണ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട് കേട്ടോ. അത് ഈ ആരും തുറന്ന് സമ്മതിക്കുകയില്ല, ഇല്ല എന്നേ പറയുകയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള നീക്കങ്ങൾ 2 കൂട്ടരും നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അല്ല, ഇതിൻ്റെ ഒരു കാര്യത്തിലേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്നത്തെ SDPI അല്ല ഇന്നത്തത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് PFI ആയിട്ട് അവർക്ക് ബന്ധമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PFI ആയിട്ട് നമുക്കറിയാം ഇതിൻ്റെ മെമ്പേഴ്സ് നല്ലൊരു പങ്ക് PFI ഉള്ള ആളുകളാണ്. അങ്ങനെ ബന്ധമുണ്ട്. ഇവർ 2 ഐഡിയോളജി ഏതാണ്ട് സെയിമാണ്. അപ്പം ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളും എല്ലാം ഏതാണ്ട് സെയിമാണ്. അപ്പം എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇവർ അങ്ങനത്തെ ഒരു ഓർഗനൈസ് അവർ ബാൻഡായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുമ്പ് ചർച്ച നടത്തിയ പോലെ ചർച്ച നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരുടെ വോട്ട് അങ്ങോട്ട് നമ്മളോട് പരസ്യമായിട്ട് അത് പറയില്ലെങ്കിൽ പോലും അവർ ആളുകളെ പോയി കാണുകയും വോട്ടുകൾ പിടിക്കുകയും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, അത് രഹസ്യമായി അവർക്ക് ചെയ്യാമായിരുന്നു, സഹായിക്കലാണ് ഉദ്ദേശമെങ്കിൽ. ഇങ്ങനെ പരസ്യമായി ചെയ്യുമ്പോൾ അത് കോൺഗ്രസിന് അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും ദിവസങ്ങൾക്ക്
തന്നെ ഇനിയും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി കിടക്കുകയാണ്. 24 ദിവസം തെരഞ്ഞെടുപ്പിന് ബാക്കി കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നേരത്തെ വന്നൊരു പ്രഖ്യാപനം നടത്തുക, അതിലാണ് സംശയം വരുന്നത്. സാധാരണയായിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും സൂചന നൽകുകയോ മറ്റോ ചെയ്യുന്നതിന് പകരം ഇത് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ